അങ്ങനെ രതീഷ് ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ രതീഷ് തിരിച്ചെത്തുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് 50 ദിവസം മത്സരിക്കാനായിരിക്കും രതീഷ് തിരിച്ചെത്തുന്നത് എന്നാണ്. പക്ഷേ രതീഷ് തിരിച്ചെത്തിയത് മത്സരിക്കാനല്ല, 2-3 ദിവസം അവരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാനും അവരുടെ ഗെയിമിൽ ഒരു ചേഞ്ച് വരുത്താനും ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. രതീഷിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കേണ്ട, രതീഷ് നിങ്ങൾക്ക് തോള് ചേർന്ന് കരയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരാള്, നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാനുള്ള ഒരാള്, അല്ലാതെ പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ രതീഷിന്റെ അടുത്ത് ചോദിക്കരുത്. രതീഷ് അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ രതീഷിനെ അപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്നും കൂടി ലാലേട്ടൻ പറഞ്ഞു. അപ്പൊ രതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ സാധാരണയുള്ള ഒറിജിനൽ രതീഷിനെ അറിയില്ല, നിങ്ങൾ കണ്ടത് രതീഷിന്റെ മറ്റൊരു മുഖമാണ്, ഇനി ഇവിടെ കാണാൻ പോകുന്നത് യഥാർത്ഥ രതീഷ് എന്താണെന്നുള്ളതാണ്, നിങ്ങളെല്ലാവരും എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷെ രതീഷിനെ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ജിൻഡോയാണ്. ജിൻഡോയ്ക്ക് കരച്ചിൽ വന്നു, ജിൻഡോ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ രതീഷിനെ കൂട്ടാനായിട്ട് കൺഫ്യൂഷൻ റൂമിലേക്ക് വിട്ടത് ജിൻഡോയെയാണ്. ജിൻഡോയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ തോള് ചേർന്ന് കരയാനായിട്ട് ഒരാള് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോനെ വിട്ടത്. ജിൻഡോയാണ് രതീഷിനെ കൂട്ടിക്കൊണ്ട് വന്നത്. ചിലരൊക്കെ പ്രഡിക്ട് ചെയ്തു രതീഷാണെന്ന്, പക്ഷെ അവർക്ക് അപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും ആ മുഖമൂടിയൊക്കെ മാറ്റിയ സമയത്ത് ജിൻഡോ കെട്ടിപ്പിടിച്ച് വന്നു കരയുന്നുണ്ടായിരുന്നു രതീഷിനെ. ആരെയൊക്കെയോ കിട്ടിയ ഒരു പ്രതീതി കരയുന്നുണ്ടായിരുന്നു.